കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത സവിശേഷമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് തലസ്ഥാന നഗരി ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പതിറ്റാണ്ടുകളായി ഭരണപക്ഷത്തും പാർട്ടിയിലും അനിഷേധ്യനായി തുടരുന്ന പിണറായി വിജയൻ കസേര മാറിയിരിക്കുമ്പോൾ നിയമസഭയിലെ വാക്പോരുകളിൽ അദ്ദേഹത്തെ നിരന്തരം കടന്നാക്രമിച്ചിരുന്ന വി.ഡി. സതീശൻ ഭരണതലവന്റെ വേഷത്തിലെത്തുന്നു. ഭരണ പ്രതിപക്ഷ റോളുകൾ പരസ്പരം മാറുമ്പോൾ സഭയ്ക്കുള്ളിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ എങ്ങനെ മാറിമറിയുമെന്ന ആകാംക്ഷയിലാണ് കേരളം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയുടെ കസേരയിലേക്ക് ആദ്യമായി ചുവടുവെക്കുമ്പോൾ തന്റെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും വഹിക്കാത്ത പ്രതിപക്ഷ നേതാവ് എന്ന ദൌത്യമാണ് പിണറായി വിജയനെ കാത്തിരിക്കുന്നത്. സഭയിലെ കരുത്തുറ്റ ശബ്ദമായിരുന്ന സതീശന് അതേ നാണയത്തിൽ മറുപടി നൽകാൻ പിണറായിയുടെ അനുഭവ സമ്പത്ത് തന്നെ വേണമെന്ന CPM തീരുമാനം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു. ഭരണപക്ഷത്തെ വിറപ്പിക്കാൻ കെൽപ്പുള്ള പോരാളിയായി പിണറായി മാറുന്നതോടെ സഭ വീണ്ടും വാക്പോരിന്റെ യുദ്ധക്കളമാകും. ഭരണം കൈവിട്ടെങ്കിലും CPMലെ അധികാര കേന്ദ്രമായി പിണറായി വിജയൻ തന്നെ തുടരുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. പാർട്ടിയിൽ മറ്റൊരു പിൻഗാമിയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാതെ പിണറായി തന്നെ സാരഥ്യം ഏറ്റെടുക്കുന്നത് അണികൾക്കിടയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനാണ്. തോൽവിയിൽ തളരാതെ സഭയ്ക്കുള്ളിൽ സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്താൻ പിണറായിയുടെ നേതൃത്വം അത്യാവശ്യമാണെന്നത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ നിന്നും പ്രതിപക്ഷ നേതാവിന്റെ വസതിയായ കണ്ടോൺമെന്റ് ഹൌസിലേക്കാകും പിണറായി വിജയൻ ഇനി താമസം മാറ്റുക. കഴിഞ്ഞ 8 വർഷമായി കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമായിരുന്ന ക്ലിഫ് ഹൌസിൽ നിന്ന് അധികാരം കണ്ടോൺമെന്റ് ഹൌസിലേക്ക് മാറുമ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ കരുത്തുറ്റ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറും. സഭയിലെ പോരാട്ടങ്ങളെ ഏകോപിപ്പിക്കാനും സർക്കാരിനെതിരെയുള്ള സമരമുറകൾക്ക് രൂപം നൽകാനും പിണറായിയുടെ സാന്നിധ്യം കണ്ടോൺമെന്റ് ഹൌസിനെ സജീവമാക്കും. കഴിഞ്ഞ 5 വർഷം നിയമസഭയിൽ കണ്ടത് സതീശന്റെ ചോദ്യങ്ങളും പിണറായിയുടെ മറുപടികളുമായിരുന്നു. എന്നാൽ ഇനി ചിത്രം നേരെ തിരിച്ചാകും. പിണറായി വിജയൻ തൊടുത്തുവിടുന്ന മൂർച്ചയുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി എന്ന നിലയിൽ വി.ഡി. സതീശൻ മറുപടി പറയേണ്ടി വരും. സഭയിലെ നയപരമായ തീരുമാനങ്ങളിലും ബില്ലുകളിലും പിണറായി നടത്തുന്ന ഇടപെടലുകൾ സതീശൻ സർക്കാരിന് വലിയ വെല്ലുവിളിയാകുമെന്ന് ഉറപ്പാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പിണറായി വിജയൻ എത്തുന്നതോടെ CPMന്റെ നിയമസഭാ തന്ത്രങ്ങൾക്കും മാറ്റം വരും. ഭരണപക്ഷത്തെ മുൾമുനയിൽ നിർത്താൻ